എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഡിജിറ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഡിജിറ്റും 2 ഡിജിറ്റും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ ക്ലാസ് കാണുക, അതിനുശേഷം മാത്രം നിങ്ങൾ രണ്ടാമത്തെ ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഡയറക്റ്റായിട്ട്. ശരി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സംഖ്യകൾ ഗുണിക്കുന്നതായിട്ട് കാണാം. ഒന്നാമത്തത് ഒരു 3 അക്ക സംഖ്യയും രണ്ടാമത്തത് ഒരു 2 അക്ക സംഖ്യയും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 1 ലൈൻ 2 ലൈൻ 3 ലൈൻ വേണം. ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ഉത്തരം കിട്ടുന്നത്, ഇവിടെ ആയിരിക്കും നമ്മൾ ഉത്തരം ഉണ്ടാവുക. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒറ്റ ലൈനിൽ എങ്ങനെ എഴുതാമെന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സംഖ്യകളെ നമുക്ക് ഗുണിക്കാൻ അറിയാം. ആദ്യത്തെ പ്രൊസീജിയറൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. നോക്കിക്കോളാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നോക്കിക്കോ, ഇവിടെ 1ഉം 3ഉം തമ്മിൽ ഗുണിക്കുന്നു. 1 3 3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സംഖ്യ നമ്മൾ പൊത്തിപ്പിടിക്കുന്നു. ഇവിടെ ഒരു സംഖ്യ നമ്മൾ പൊത്തിപ്പിടിച്ചു. അപ്പോൾ നമ്മളെങ്ങനെയായി, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 2 അക്ക സംഖ്യകൾ തന്നെയായി. ഇനി എന്ത് ചെയ്യുന്നു, ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും, 1 2 2 അവിടെ വെക്കുക, പ്ലസ് 2 3 6. അപ്പോൾ 2ഉം 6ഉം കിട്ടി. 6 2 8, 6 2 8. ഓക്കെ, ഇനി ഇത് തുറക്കുക. ഇനി ചെയ്യേണ്ട കാര്യം, ഈ 3 അവിടെ പൊത്തിപ്പിടിക്കുക. ഈ 3 അവിടെ ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, ശരിക്കും ഞാനിവിടെ 1 എഴുതുന്നുണ്ട്, 12ഉം 21 ആയിരിക്കും. ഇനി ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2 സംഖ്യകൾ തമ്മിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, ഈ 3 അവിടെ പൊത്തിപ്പിടിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും, 1 2 2ഉം 2 2 4ഉം, സോറി 1 1 1ഉം 2 2 4ഉം, 1 4ഉം 5 കിട്ടും. 5. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ ഇത് തമ്മിൽ ഗുണിക്കും. 1 2 2, 2583 എന്നായിരിക്കും അതിൻ്റെ ഉത്തരം. ഓക്കെ, അവിടെ ചെയ്തത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 1ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഗുണിക്കുന്നു, 3 കിട്ടി. ഇവിടെ 1 ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 അക്ക സംഖ്യകൾ തമ്മിലുള്ള ഗുണനം നമ്മൾ ചെയ്തത്, ഇതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ഇതും. അപ്പോൾ 1 2 2 കൂട്ടണം 2 3 6, 2ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8. ഇനി എന്ത് ചെയ്യുന്നു, ഇതില്ല എന്ന് വിചാരിക്കുന്നു, ഇതും മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 1 1 പ്ലസ് 2 2 4, 1ഉം 4ഉം 5. ഏറ്റവും അവസാനത്തത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 2 2. അങ്ങനെയാണോ, നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അടുത്തൊരു ചോദ്യം, ഗുണിക്കണം 234 ഗുണിക്കണം 13. നേരത്തെ ചെയ്ത പോലെ തന്നെ 3 4 12 ഒന്ന് ബാക്കിയുണ്ടേ. ഇനി എന്ത് ചെയ്യുന്നു, ഇതും മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3 3 9ഉം 1 4 4ഉം 9ഉം 4ഉം 13. 13ൻ്റെ കൂടെ ഈ ഒരു 1 കൂടി കൂട്ടുന്നു, 14 ആയി. അപ്പോഴും ഒരു 1 ബാക്കിയുണ്ടേ. ഇനി എന്ത് ചെയ്യുന്നു, ഇവനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 6, 1 3 3, 6ഉം 3ഉം 9, 9ൻ്റെ കൂടെ 1 കൂടി കൂട്ടുന്നു, 10 0. അപ്പോഴും ഒരു 1 ബാക്കിയുണ്ടേ. അവസാനം ഈ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 2 2, 2 1 3. ഉത്തരം 3042. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ഒരു കണക്ക് കൂടി ചെയ്ത് നോക്കാം. 329 ഗുണിക്കണം 21. ഒന്നിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. കുറേ കാൽക്കുലേഷൻ വരുവേ, അത്ര മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും ഇത്. ചെയ്ത് നോക്കാം നമുക്ക്. 9 9, 1 2, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 2 2, 29 18, 2ഉം 18ഉം 20. 2 ബാക്കിയുണ്ട്, ഞാനിവിടെ എഴുതി വെച്ചതേ ഉള്ളൂ. അടുത്തത് 1 3 3, 2 4, 3ഉം 4ഉം 7, 7ഉം ഇവിടെയുള്ള 2ഉം 9. ഏറ്റവും അവസാനം എന്ത് ചെയ്യണം, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 23 6, 6909. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് 2/2 2 അക്ക സംഖ്യേനെ 2 അക്ക സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പഠിച്ചു. 3/2 3 അക്ക സംഖ്യേനെ 2 അക്ക സംഖ്യേനെ കൊണ്ട് ഗുണിക്കാൻ പഠിച്ചു. ഒറ്റ ലൈനിൽ ഉത്തരം എഴുതാൻ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 3 അക്കത്തിന് 3 അക്കം കൊണ്ട് എങ്ങനെ ഗുണിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ക്ലാസ് കാണുക. അറിയാത്ത ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇനിയും ഒരുപാട് ഷോർട്ട് കട്ട് ടെക്നിക്സ് വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.